സ്ഥിരതാമസമാക്കാൻ കുറുക്കുവഴികൾ തേടുന്നവർക്കും അതിന് കൂട്ടുനിൽക്കുന്നവർക്കും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ വലിയൊരു മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ്. വ്യാജരേഖകൾ ചമച്ച് അമേരിക്കൻ കോടതികളിൽ അഭയാർത്ഥി പദവി നേടിയെടുക്കുന്ന ഇമിഗ്രേഷൻ അഭിഭാഷകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ കുടിയേറ്റ നിരീക്ഷണ ഏജൻസിയായ ICE വ്യക്തമാക്കി. US ഇമിഗ്രേഷൻ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പായാണ് ഇതിനെ നിയമവിദഗ്ധർ നോക്കിക്കാണുന്നത്. അമേരിക്കയിലെ പ്രമുഖ മാധ്യമമായ ABC ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡൊഡ്ഡമണി എന്ന ഇമിഗ്രേഷൻ അഭിഭാഷകനാണ് ICEയുടെ പിടിയിലായത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇമിഗ്രേഷൻ അഭിഭാഷകന് നേരെ ഏജൻസി ഇത്രയും കടുത്ത സാമ്പത്തിക പിഴയും അച്ചടക്ക നടപടികളും സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയിലെ വിദേശികൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇദ്ദേഹം 32 ഇമിഗ്രേഷൻ കേസുകളിലായി 64 വ്യാജരേഖകൾ സമർപ്പിച്ചു എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. മുൻപ് ഇത്തരത്തിൽ വ്യാജരേഖകൾ കണ്ടെത്തിയാൽ അപേക്ഷ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അപേക്ഷകരെ നാടുകടത്തുകയോ ചെയ്യുന്നതായിരുന്നു അമേരിക്കയിലെ പതിവ് രീതി. എന്നാൽ ഇപ്പോൾ അപേക്ഷകർക്ക് മാത്രമല്ല, അവർക്ക് നിയമോപദേശം നൽകുന്ന അഭിഭാഷകർക്കും ഏജന്റുമാർക്കും പിടിവീണിരിക്കുകയാണ്. ഇതിലൂടെ വ്യാജ കുടിയേറ്റങ്ങളെ വേരോടെ പിഴുതു മാറ്റാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് എന്നത് വ്യക്തമാണ്. ഇത്തരത്തിൽ അഭിഭാഷകർക്ക് നേരിട്ട് പിഴ ചുമത്തുന്നത് ഏജൻസിയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണ്. ഇത് മറ്റ് അഭിഭാഷകർക്കും അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്ന സാധാരണക്കാർക്കുമുള്ള ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ് എന്നാണ് അധികാരികൾ പറയുന്നത്. എന്നാണ് യഥാർത്ഥത്തിൽ ഈ അസൈലം അല്ലെങ്കിൽ അഭയാർത്ഥി പദവി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാകുക എന്നാണ് അധികാരികൾ പറയുന്നത്. സ്വന്തം രാജ്യത്ത് വംശീയമോ മതപരമായോ രാഷ്ട്രീയപരമായോ വേട്ടയാടപ്പെടുന്നവർക്കും ജീവന് ഭീഷണിയുള്ളവർക്കും അമേരിക്കയിൽ അഭയം പ്രാപിക്കാൻ നൽകുന്ന നിയമപരമായ പദവിയാണിത്. ഇത് തികച്ചും മാനുഷികമായ ഒരു പരിഗണനയാണെന്നാണ് അധികാരികൾ പറയുന്നത്. എന്നാൽ ഈ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് യാതൊരു പ്രശ്നവുമില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ പോലും തങ്ങൾ നാട്ടിൽ പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്ന് കാണിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കുന്നു. ഈ അടുത്ത കാലത്തായി ഇതിന് കുടിയേറ്റക്കാരെ സഹായിക്കുന്നത് ഉയർന്ന ഫീസ് വാങ്ങുന്ന ചില ഇമിഗ്രേഷൻ അഭിഭാഷകരാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇവർ തങ്ങളുടെ കക്ഷികളെ കൊണ്ട് കള്ളം പറയാൻ പരിശീലിപ്പിക്കുകയും വ്യാജ ജനന സർട്ടിഫിക്കറ്റുകളും പോലീസ് കേസുകളും ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് CBS ന്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അപ്രതീക്ഷിത നീക്കം കൊണ്ടുവന്നിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ജനറൽ കൗൺസിലർ ജെയിംസ് പെർസിവൽ ICE അഭിഭാഷകർക്ക് ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞതായി ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നു. നിയമവിരുദ്ധമായി അമേരിക്കയിലെത്തുന്ന മിക്കവാറും എല്ലാവരും സ്വന്തം രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്നു എന്ന് വാദിക്കുന്നത് ഇമിഗ്രേഷൻ അഭിഭാഷകരുടെ ഒരു പതിവ് ശൈലിയായി മാറിയിരിക്കുകയാണെന്ന് ഒരു മെമ്മോയിൽ ശക്തമായി കുറ്റപ്പെടുത്തുന്നു. അതിനാൽ മുൻകാലങ്ങളിലെ പോലെ കോടതിയുടെ തീരുമാനങ്ങൾക്ക് കാത്തു നിൽക്കാതെ ICE സ്വന്തം അധികാരം ഉപയോഗിച്ച് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ നേരിട്ട് കേസെടുക്കുമെന്നാണ് പുതിയ നിർദ്ദേശം. പലപ്പോഴും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ, സ്വന്തം നാട്ടിലെ പോലീസിന്റെ പേരിൽ വ്യാജമായി തയ്യാറാക്കിയ FIRകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ഭീഷണി കത്തുകൾ തുടങ്ങിയവയാണ് അസൈലം കിട്ടാനായി അഭിഭാഷകർ വ്യാജമായി നിർമ്മിക്കുന്നത്. ഇത്തരം രേഖകൾ കൃത്യമായി പരിശോധിക്കാൻ മുൻപ് സംവിധാനങ്ങൾ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഇതിനായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ പഴയ ഫയലുകൾ പോലും വീണ്ടും അന്വേഷണ പരിധിയിൽ വന്നേക്കാം. പിടിക്കപ്പെട്ടാൽ നേരിടേണ്ടി വരുന്ന ശിക്ഷാ നടപടികൾ വളരെ വലുതാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഓരോ വ്യാജരേഖയ്ക്കും അല്ലെങ്കിൽ വ്യാജ പ്രസ്താവനയ്ക്കും ആദ്യഘട്ടത്തിൽ $4730 വരെ പിഴ ഈടാക്കാം. കുറ്റകൃത്യം ആവർത്തിച്ചാൽ ഈ തുക $11,823 വരെയായി വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കൻ നീതിന്യായ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് ഡസൻ കണക്കിന് വ്യാജരേഖകൾ സമർപ്പിച്ച ഒരാൾക്ക് ലക്ഷക്കണക്കിന് ഡോളർ പിഴയായി നൽകേണ്ടി വരും. ഇതിനു പുറമെ ഇത്തരം അഭിഭാഷകരുടെ ലൈസൻസ് റദ്ദാക്കാൻ ബാർ കൗൺസിലുകളോട് ആവശ്യപ്പെടാനും ഇമിഗ്രേഷൻ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും അവരെ വിലക്കാനും സർക്കാരിന് സാധിക്കും. കൂടുതൽ ഗുരുതരമായ കേസുകളിൽ ക്രിമിനൽ കുറ്റം ചുമത്തി ജയിലിലിടാനും സാധ്യതയുണ്ട്. 2021 ഫ്ലോറിഡയിൽ ഇത്തരത്തിൽ 100 കണക്കിന് വ്യാജ അസൈലം അപേക്ഷകൾ നൽകിയ ഒരാൾക്ക് 20 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ പുതിയ നടപടികൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാരെയും നേരിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്.
സമീപകാലത്തായി ഇന്ത്യയിൽ നിന്നും നിരവധി പേർ അനധികൃതമായി അതിർത്തി കടന്ന് അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. തുടർന്ന് അസൈലം അപേക്ഷകൾ നൽകി അമേരിക്കയിൽ തുടരാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വിദ്യാർത്ഥികളായി പോകുന്ന ചിലരും പിന്നീട് വിസ കാലാവധി കഴിയുമ്പോൾ ഇത്തരം ഏജന്റുമാരുടെ പ്രലോഭനങ്ങളിൽ വീണ് വ്യാജ അസൈലം ക്ലെയിമുകൾ ഫയൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അമേരിക്കയിലെ ഇമിഗ്രേഷൻ കോടതികളിൽ നിലവിൽ ലക്ഷക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഇത്തരം അസൈലം അപേക്ഷകളാണ്. യഥാർത്ഥത്തിൽ സഹായം അർഹിക്കുന്നവർക്ക് പോലും വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത് ഈ വ്യാജ അപേക്ഷകൾ കാരണമാണെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. ഒരപേക്ഷ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ കേസ് തീർപ്പാക്കുന്നത് വരെ അമേരിക്കയിൽ നിയമപരമായി ജോലി ചെയ്യാനും താമസിക്കാനും ഇവർക്ക് സാധിക്കും. ഈ ഒരു ആനുകൂല്യം മുതലെടുത്താണ് പലരും തട്ടിപ്പിന് മുതിരുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എങ്കിലും അനധികൃത ഏജന്റുമാരെ വിശ്വസിച്ച് സ്വന്തം ഭാവി നശിപ്പിക്കുന്നവർക്കുള്ള വ്യക്തമായ താക്കീതാണ് പുതിയ നടപടികൾ എന്ന് പറയാതിരിക്കാനാകില്ല. ശരിയായ മാർഗങ്ങളിലൂടല്ലാതെ അമേരിക്കയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ സാമ്പത്തിക നഷ്ടത്തിനും അതോടൊപ്പം അമേരിക്കയിലേക്കുള്ള സ്ഥിരമായ വിലക്കിനും കാരണമായേക്കുമെന്ന് ഓർക്കുക. വരും ദിവസങ്ങളിൽ കൂടുതൽ അഭിഭാഷകർക്കെതിരെയും ഏജൻസികൾക്കെതിരെയും നടപടികൾ ഉണ്ടായേക്കാമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. അമേരിക്കൻ നിയമവ്യവസ്ഥയെ കബളിപ്പിക്കുന്ന പ്രവണതകൾ ഇല്ലാതാക്കുക എന്നത് പുതിയ സർക്കാരിന്റെ പ്രധാന അജണ്ടയാണ്. പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പലതവണ ഇത്തരം വ്യാജ കുടിയേറ്റ രീതികൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. മുൻപ് കോടതികളുടെ അച്ചടക്ക നടപടികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കേസുകളാണിത്. ഇപ്പോൾ ICAയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് വരുന്നത് കുടിയേറ്റ അഭിഭാഷകർക്കിടയിലും വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. പല നിയമസ്ഥാപനങ്ങളും ഇപ്പോൾ തങ്ങളുടെ പഴയ ഫയലുകൾ പരിശോധിക്കുകയും കക്ഷികൾ നൽകിയ വിവരങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് കുറുക്കുവഴികളില്ലെന്ന് ഭരണകൂടം വീണ്ടും ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പണം നൽകി വ്യാജരേഖകൾ ഉണ്ടാക്കി നൽകുന്ന ഏജന്റുമാരെയും അഭിഭാഷകരെയും പൂർണ്ണമായും വിശ്വസിച്ച് അമേരിക്കയിൽ നിൽക്കാമെന്ന് കരുതുന്നത് അപകടമാണ്. വരും മാസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ അറസ്റ്റുകളും പിഴകളും ഉണ്ടാകുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാം. നിയമപരമായ മാർഗത്തിലൂടെ മാത്രം വിസ നടപടികൾ പൂർത്തിയാക്കുകയും കൃത്യമായ നിയമോപദേശം തേടുകയും ചെയ്യുന്നതാണ് എപ്പോഴും സുരക്ഷിതം. അമേരിക്കയിൽ ഒരു നല്ല ജീവിതം പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഈ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കുകയും തങ്ങളുടെ രേഖകൾ പൂർണ്ണമായും സത്യസന്ധമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.